മക്കളോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിടുന്ന ഫസ്റ്റ് വീഡിയോ ആണിത്. എൻ്റെ പേര് ഫായിസ്. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്ന ആ, ബിരിയാണി റൈസ് ചാലഞ്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത 3 ലക്ഷം ഫോളോവേഴ്സും കടന്ന് പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അർഹതപ്പെട്ടവരെ കണ്ടെത്തുക എന്നുള്ള വലിയ ടാസ്ക്കാണ്, വലിയ വെല്ലുവിളിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അന്വേഷിച്ച് പല നാടുകളും പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഒരുപാട് ഓർഫനേജസ് അതുപോലത്തെ സംഭവങ്ങളാണ് നോക്കിയത്. ആ ഒരു ലിസ്റ്റ് ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഏതെങ്കിലും ഗ്രാമങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ കണ്ണൂർ, വയനാട്, കർണാടക ബോർഡറൊക്കെ ആയിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് നമ്മൾ എത്തിയത്. വെള്ള ടാങ്ക് എല്ലാം കൊണ്ട് കൊടുത്തു. പക്ഷെ ഇന്ന് നമ്മൾ അത് അർഹരായ ആളുകളെ തേടി നമ്മളിങ്ങനെ അന്വേഷിച്ച് എൻ്റെ ഒരു സുഹൃത്ത് കുൽബുദ്ദീൻ പാലായി വഴി കണ്ണൂരുള്ള വേറൊരു സുഹൃത്ത്, അതായത് കണ്ണൂർ ജില്ലയിൽ വയനാട് കർണാടക ബോർഡറായിട്ട് വരുന്ന ഒരു ഗ്രാമത്തിലേക്ക് വേറൊരു സുഹൃത്ത് മുഖേന നമ്മളിവിടെ എത്തി. അപ്പോൾ ആ സുഹൃത്ത് ഇവിടെ ഉണ്ട്. അവരോട് തന്നെ ഇവിടുത്തെ സ്ഥിതി എന്താണ്, ഇവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. കാരണം ഇവിടുത്തെ കാര്യങ്ങൾ നമ്മളിപ്പോൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യങ്ങളല്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകനും ഇവിടുത്തെ കാര്യമായ ഒരാളായ ജിയാദ് ഖാനെ നമ്മൾ വ്ളോഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഇവിടെ വരുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ ചെയ്തത് വൃദ്ധസദനങ്ങൾ, അതുപോലെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുള്ള സ്ഥാപനങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ കുറച്ച് നോട്ട് ചെയ്തിട്ട് അവിടെ കൊടുക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. ഇപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് 320ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു ഗ്രാമം. ഈ ഗ്രാമത്തിൽ നമ്മളിപ്പോൾ വന്ന് കണ്ടല്ലോ, നമ്മളെല്ലാവരും കണ്ടപ്പോൾ ഇവിടെ ഇങ്ങനൊരു ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എന്തായാലും, പക്ഷേ ഇവിടെ ഭക്ഷണം കൊടുക്കൽ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യങ്ങളും എന്താണ് ഇതിൻ്റെ നമ്മൾ ഭക്ഷണം വെച്ച് കൊടുക്കുക എന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ആ പേജ് നിങ്ങൾ 11 ദിവസമായിട്ടുള്ള ഓപ്പൺ ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പേജ് നമുക്ക് ഈ ട്രെൻഡിങ്ങിനനുസരിച്ച് നമ്മൾ ഈ റീൽസ് എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്, നമുക്കെന്താവും ട്രെൻഡിങ് റീൽസും കാര്യങ്ങളും പേജസൊക്കെ നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു പേജ് കുൽബുദ്ദീൻ എന്നെ വിളിക്കുന്നതിന് മുമ്പേ ഈ പേജ് എന്താണ് എങ്ങനെയാണെന്നുള്ള നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഫുഡിൻ്റെ ഒരു സംഭവം ഉണ്ടാക്കി അവർക്കൊരു സോഷ്യൽ മീഡിയ റീച്ച് ഉണ്ടാക്കുക, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് വേറെ എന്തെങ്കിലും ബെനിഫിറ്റ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവുക എന്നുള്ളൊരു. പക്ഷേ അതിനെയൊക്കെ ആ ചിന്തനെയൊക്കെ നമ്മൾ മറികടന്നിട്ടാണ് മിനിഞ്ഞാന്ന് കുൽബുദ്ദീൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ എന്നെ വിളിക്കുമെന്നും ബന്ധപ്പെടുമെന്നും പറഞ്ഞപ്പോൾ അപ്പോൾ നിങ്ങളെന്നെ വിളിച്ചല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ നിങ്ങൾക്കറിയില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങൾ ആ പേജിൽ കാണുന്ന ആ ഫേസ് മാത്രമേ അറിയൂ, ശരിക്കും പേരറിയില്ല. നിങ്ങളെ പേജിൻ്റെ പേരെന്തേലും സ്പൈ ഫുഡി എന്നുള്ളത്. അപ്പോൾ വെറുതെ ഇങ്ങനെ കണ്ടു എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ ഇന്ന് ഇവിടെ എത്തിയത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ റീച്ച് റേറ്റിങ്ങിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് താഴെക്കിടയുള്ള ഒരു മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ അതല്ല നമ്മളിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണ്. കുടിയേറ്റക്കാർ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പാവപ്പെട്ടവർ താമസിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്ന, ദിവസങ്ങൾ പണിയെടുത്ത്, അതായത് ദൈനംദിന ചിലവുകൾക്ക്, നിത്യ ചിലവുകൾക്ക് അന്നന്ന് പണിയെടുത്തിട്ട് ജീവിക്കുന്ന മനുഷ്യരുള്ള നാടാണ്. ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ഒരു ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഇത് കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ തോന്നുന്നതും ആദ്യം പരിഗണിക്കപ്പെടുന്നതായ ഒരു സ്ഥലമാണ് ഈ ഒരു പ്രദേശം. അപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ട്, അവരുടെ പ്രൈവസിയിലേക്ക് നമ്മൾ കയറി ചെന്നിട്ട് എന്താക്കുന്നത്, നമ്മളൊരു ഇമോഷണൽ ടച്ച് കാര്യങ്ങൾക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ പേര് പോലും ഞാൻ പറയാത്ത എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് എനിക്ക് പേര് പറയുന്നതിന് പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷെ അവരുടെ പ്രൈവസി കൂടി നിങ്ങൾ മാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ പേര്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ആകെ വലിയൊരു സംഭവം ഒന്നല്ല ചെയ്യുന്നത്, നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മളൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഒരു 10-20K ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ 20 കിലോ ബിരിയാണി വെച്ച് ഇങ്ങനെ കൊടുക്കുക, അതൊരു സോഷ്യൽ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അപ്പുറം ഒരു 300K ഫോളോവേഴ്സിലേക്കൊന്നും പോകും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് നമ്മളതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിൻ്റെ വൃത്തിയിൽ തന്നെ അത് അത്രയും അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കണമെന്ന് അത്രയും ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും പലരും. അപ്പം
നമ്മൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് ഇതിൽ വരുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ടിങ് ആണല്ലോ, വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് തന്നെ വരണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ് എന്ത് ചെയ്തത് നമ്മളിങ്ങനെ ഒരു ഈ കൺസെപ്റ്റ് അതുമാത്രമല്ല, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളോട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും സമൂഹത്തിൽ അത് ആർക്കെങ്കിലും ഉപകാരപ്പെടണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റും കൂടെ എൻ്റെ കൂടെ നമ്മൾ ആ ഒരു സംഭവം കൂടെ അതിൻ്റെ കൂടെ ഇതാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ ഇപ്പോൾ ബിരിയാണി വെച്ച് കൊടുക്കാൻ പറ്റൂല, കാരണം നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരത്താണ്, ഇവിടെ ബിരിയാണി വെച്ച് കൊടുക്കാൻ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടുത്തെ ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ കൊടുക്കാൻ പറ്റും? നിങ്ങൾ വിളിച്ചപ്പോൾ ഈ ഒരു പ്രദേശത്തെ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊണ്ടുവന്ന് കാണിച്ചതിന് ശേഷം മാത്രമേ ആ വലിയൊരു ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കൂ എന്ന് കുൽബുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത്, പക്ഷേ നിങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നതാണ് ആ യാഥാർത്ഥ്യം എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ കൊണ്ടുവരികയാണെങ്കിൽ, അത് ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് നിങ്ങൾ പറയുന്നത് എങ്ങനെയാണോ അത് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ ബിരിയാണി വെച്ച് കൊടുക്കുക എന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യം മാത്രമല്ല, ബിരിയാണി വെച്ച് കൊടുക്കുമ്പോൾ നമ്മളിപ്പം ഓരോരോ വീട്ടിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ അപ്പോൾ അത് ചിലപ്പോൾ ഒരു വീട്ടിൽ 5 ആളുണ്ടാവും. നമ്മൾ ഒരു ബിരിയാണിയാണ് കൊടുക്കുന്നെങ്കിൽ അതൊരു പ്രയാസമാണ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് ഒരു ബിരിയാണി അരിയും അതിനുള്ള വേണ്ടുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ മീറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കില്ല. ബിരിയാണിൻ്റെ എല്ലാ അപ്പോൾ ഒരു കുടുംബത്തിന് കഴിക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി ഉള്ളൊരു അരിയും അതുപോലെ തന്നെ മീറ്റും അതിൻ്റെ മസാല കാര്യങ്ങളൊക്കെ നിങ്ങൾ തരിക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് എന്തായാലും അങ്ങനെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും, അതിപ്പോൾ പെരുന്നാളിൻ്റെ തലേ ദിവസം വന്ന് നമുക്ക് കൊടുത്താൽ, പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് നമ്മളിപ്പം പെരുന്നാളിനാണല്ലോ നിങ്ങൾ ചലഞ്ച് വെച്ചിട്ടുള്ളത്. പെരുന്നാളിൻ്റെ തലേ ദിവസം കൊടുക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മൾ കാരണം പെരുന്നാളിൻ്റെ ഭക്ഷണം അടിപൊളിയായിട്ട് കഴിഞ്ഞു പോകും. നമ്മൾ കാരണം പിന്നെ നമ്മളെ കൂടെ. അപ്പോൾ അതായത് ഈ ഒരു സമയത്ത് ഈ 271 നമ്മളിപ്പോൾ സംസാരിച്ചു കൊടുക്കുന്ന സമയത്ത് 271 നിങ്ങൾ ആ പേജിനെ കൃത്യമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ 271 എന്ന് പറയുന്നത് 2,71,000 ആൾക്കാരാണ്. നമ്മളതേ മൈൻഡ് സെറ്റിലുള്ള 2,71,000 ആളുകളെ ആളുകളുണ്ട്. പക്ഷെ ആളുകളെ നിങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക്, സ്പൈ ഫുഡി എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു. അത് നിങ്ങളെ കഴിവാണ്. നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഇങ്ങനെ വെച്ചെന്നുള്ളൂ. കാരണം ഇത്രയും ആളുകൾ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമ്മൾ മനസ്സിലാക്കിയത്, അവിടെ എന്തായാലും പല ബ്രാൻഡുകളും നമ്മൾ ഉറ്റുനോക്കും. പല ബ്രാൻഡുകൾ നമ്മൾ ഉറ്റുനോക്കുന്ന സമയത്ത് അവർ പല അഡ്വർടൈസ്മെൻറ്റ് കമ്പനികൾക്കും കൊണ്ടുപോയി കൊടുക്കുന്ന സംഭവങ്ങൾ, അതിൻ്റെ ഒരു ഭാഗമെങ്കിലും നമ്മൾ കാരണം ചില അർഹതപ്പെട്ട ആളുകളിലേക്ക് എന്തെങ്കിലും, ഒരുപാട് സംഭവങ്ങൾ നല്ല എന്തെങ്കിലുമൊക്കെ എത്തിക്കാൻ പറ്റുമോ എന്നൊരു കൺസെപ്റ്റും കൂടെ നമ്മളിതിൻ്റെ പിന്നിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് വരും വീഡിയോകൾ കാണുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അതെ, വൻകിട ലേബികൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാനും പണം കളയാനും പറ്റൊരിടമാണ്. പക്ഷെ നമ്മളുണ്ടാക്കുന്നൊരു പൈസ അതിൽ നിന്ന് ഒരു അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് അത് എത്തുമ്പോൾ എന്നോട് ഈ ഒരു സോഷ്യൽ മീഡിയ പുറമെ നമ്മൾ ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു വീടിൻ്റെ അകത്തളത്ത് പോയിട്ട് ഒരു സഹായം ചെയ്ത്, ഒന്നുമില്ല, നീയും സുഹൃത്താണ്, നീ ഒരു പ്രയാസത്തിലാണ്, നിന്നൊരു ഹെൽപ്പ് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നീ എന്നൊരു നോക്കുന്നൊരു നോട്ടം ഉണ്ടാവും. ആ നോട്ടം നമ്മൾ അങ്ങോട്ട് പോയി തിരിഞ്ഞ് ബാക്കിലേക്ക് ഒരു നോട്ടം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എന്നെക്കൊണ്ട് അവൻ്റെ കുറച്ച് പ്രയാസങ്ങളെങ്കിലും മാറിയല്ലോ. അപ്പോൾ നമ്മൾ ഈ പേജ് കൊണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രദേശം എന്തായാലും നമ്മൾ കൈവിടില്ല. ഈ ഒരു പ്രദേശത്ത് നമ്മളെ ചാലഞ്ചിൻ്റെ ഒരു ഭാഗം ഈ പ്രദേശത്ത് എത്തിക്കണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹം. അപ്പം ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി. അതായത് നമ്മൾ ബിരിയാണി ഒരു ദിവസം വെച്ച് കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. അതിൽ നിന്ന് നമ്മൾ മാറേണ്ടി വന്ന് ഇവിടെ വന്ന് കണ്ടപ്പം അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ബിരിയാണി പാക്ക്, അതായത് മൊത്തം ബിരിയാണി വെക്കേണ്ട എല്ലാ ഐറ്റംസും, മീറ്റ് അടക്കമുള്ള എല്ലാ ഐറ്റംസും സെറ്റ് ചെയ്തിട്ട് തലേ ദിവസം തന്നെ ഇവിടുത്തെ വീടുകളിൽ എത്തിക്കാനുള്ള ഒരു കൺസെപ്റ്റിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അതിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ ജസ്റ്റ് ഒന്ന്
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ബാക്കിയുള്ള വീഡിയോസ്, നമ്മൾ ഈ ചാലഞ്ച് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നുള്ള എല്ലാ വീഡിയോസും നമ്മൾ യൂട്യൂബിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സ്പൈ ഫുഡ് ഹിയർ.